ഹായ്! ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ വാരിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് തേങ്ങാപ്പാലും പച്ചരിയും ശർക്കരയും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്നിടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് കഴുകി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു പച്ചരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 4 ഏലക്കായ കൂടെ ഇട്ടുകൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരി നന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടണം. ഒരിക്കലും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാനിത് അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ അരി അളന്നെടുത്തിട്ടുള്ള 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 ക്യൂബ് ശർക്കര ഇതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾക്കിത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചരിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അടിയിൽ കട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മളിത് മിക്സാക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു കുറച്ച് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1-2 മിനിറ്റ് ആവുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് വേഗത്തിൽ ഇതുപോലെ ഒന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് പോരാ, ഈ ഒരു ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന രൂപത്തിലാവും വരെ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കരുതും ഇത് ഒരുപാട് ടൈം വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഇല്ല. വേഗത്തിൽ തന്നെ ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്ടോ. അപ്പോൾ നമ്മളിതിൽ പച്ചരി അതുപോലെ തന്നെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് വേഗത്തിൽ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തിട്ടുള്ള എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു എള്ള് ചേർക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ലാസ്റ്റ് ഈ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ ഇത് പോരാ, ഇനിയും നമുക്ക് റെഡി ആകാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എള്ളിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി എള്ളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറുത്ത എള്ളോ അതുപോലെ തന്നെ എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ട്ടോ. അപ്പോൾ ഞാനിത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 6 kg ആണ്. അപ്പോൾ അതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ടൈം കൂടി നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഒരു കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് അപ്പോൾ നമ്മുടെ ഒരു പലഹാരം ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മൊത്തത്തിൽ തന്നെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ നിന്ന് റെഡിയായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതുപോലൊരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇതുപോലെ നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ വേണം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നെങ്കിലാണ് നമുക്കിത് കറക്റ്റ് ഒരു ഓർഡറായിട്ട് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റാം. അപ്പോൾ ഒരു കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതൊന്ന് ചൂടാറിയിട്ട് കിട്ടും. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പലഹാരം കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുണ്ടാവും ട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു പലഹാരം ഇരിക്കുന്നത്.
അപ്പം ഞാൻ ഇതിൽ എനിക്ക് തോന്നി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണാനാണ് കേട്ടോ ഈ ഒരു പലഹാരം കാണാനാണ് ഭംഗിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എള്ള് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കത്തി വെക്കുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ തന്നെ അത് താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു പലഹാരം ഇരിക്കുന്നത്. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടല്ലേ നമ്മളിതൊന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും എല്ലാം സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, ബൈ.